ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവരാണോ? ആരും കാണാതെ, ആരോട് പറയാൻ കഴിയാതെ, ഹൃദയം നിറഞ്ഞ് കണ്ണുനീർ ഒഴുകിയിറങ്ങിയ സമയങ്ങളുണ്ടായിരിക്കാം. അവസാനം നിങ്ങൾക്കൊരു ചിന്ത വരും, ഞാനിങ്ങനെ കരയുമ്പോൾ അള്ളാഹു കാണുന്നുണ്ടോ എന്ന്. അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അതെ, അള്ളാഹു കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. നിങ്ങൾ പറയാത്ത വേദനകൾ പോലും അള്ളാഹുവിന് അറിയാം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. കാരണം അവർ നമ്മളെ മനസ്സിലാക്കില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. പക്ഷേ അള്ളാഹു നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള വേദന അറിയുന്നവരാണ്. നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് പോലും അള്ളാഹു ഓൾറെഡി അറിയുന്നു. നിങ്ങളുടെ കണ്ണുനീരെന്നത് ഒരു ദുആ ആണ്. നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ദുആ ചെയ്യാൻ കഴിയാതെ ഇരുന്നാലും നിങ്ങളുടെ കണ്ണുനീർ തന്നെ ഒരു ദുആയി മാറും. ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാറില്ല, പക്ഷേ നമ്മുടെ ഹൃദയം വളരെയേറെ തകർന്നിരിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഓരോ കണ്ണുനീരും അള്ളാഹുവിന് ഒരു സന്ദേശമാണ്. എനിക്ക് സഹായം വേണമെന്ന് അള്ളാഹുവോട് നമ്മൾ ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഓർക്കുക, അള്ളാഹു നിങ്ങളുടെ അടുത്താണ്, വളരെ അടുത്ത്. നിങ്ങൾ ഒറ്റയ്ക്ക് കരയുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നും എനിക്കാരുമില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ തന്നെയാണ് നിങ്ങളോട് അള്ളാഹു ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കരയുമ്പോൾ അത് വളരെ ഒരു സ്പെഷ്യൽ സമയമാണ്. കണ്ണുനീരെന്നത് നിങ്ങളുടെ പാപങ്ങൾ കഴുകി നീക്കും. നിങ്ങൾ സത്യസന്ധമായി അള്ളാഹുവിനെ ഓർത്ത് കരയുമ്പോൾ ഒരിക്കലും ആ കണ്ണുനീർ വെറുതെയാകില്ല. അത് നിങ്ങളുടെ പാപങ്ങൾ കഴുകി നീക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ ഹൃദയം മൃദുവാകുന്നില്ലേ എന്ന്. അതെ, കാരണം അള്ളാഹു നിങ്ങളെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് പലർക്കും നമ്മുടെ കണ്ണുനീർ അല്ലെങ്കിൽ നമ്മുടെ കരച്ചിൽ ഇഷ്ടമാകില്ല. പക്ഷെ അള്ളാഹുവിന് അവൻ്റെ അടുക്കൽ അവനെ ഓർത്തുകൊണ്ട് നിങ്ങൾ കരയുന്നത് വളരെ പ്രിയമാണ്. കാരണം അത് നിങ്ങളുടെ ഹൃദയം അവൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു നിങ്ങളെ കേൾക്കുന്നു, മറുപടി നൽകുന്നു. പക്ഷേ നിങ്ങൾക്കൊരു സംശയം വരും, ഞാൻ എത്ര കരഞ്ഞിട്ടും എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുക, അള്ളാഹു മറുപടി നൽകുന്നത് 3 രീതിയിലാണ്. 1, നിങ്ങൾ ചോദിച്ചതു തന്നെ നൽകുന്നു. 2, അതിലും നല്ലത് നൽകുന്നു. 3, നിങ്ങൾക്ക് അതിനു പകരം ഒരു ദോഷത്തെ മാറ്റിത്തരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കണ്ണുനീരും വെറുതെയാകുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ ഓരോ പെയിനിന് പിന്നിലും ഒരു പ്ലാനിംഗ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം പിന്നീട് നിങ്ങളത് തിരിച്ചറിയും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്ലാനിംഗ് ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ കണ്ണുനീരെന്നത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരുന്നു. ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കണ്ണുനീർ അള്ളാഹുവിനെ മുൻപിലാണ് വീഴുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം അള്ളാഹു കേൾക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ കരയുമ്പോൾ അതൊരിക്കലും അടക്കി വെക്കേണ്ട. ബിക്കോസ് അതൊരു ദുർബലതയല്ല, അതൊരു ബന്ധമാണ്. നിങ്ങളും അള്ളാഹുവും തമ്മിലുള്ള ഒരു ബന്ധം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.